കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നതിന് മറുപടി പറയേണ്ടത് ആരാണ്? ഉമ്മൻചാണ്ടി. പൊതുമരാമത്ത് വകുപ്പ് പണിയുന്ന പാലങ്ങൾ തകർന്നു വീഴുന്നതിനാരാണ് മറുപടി പറയേണ്ടത്? മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. കേരളത്തിൽ പിണറായി സർക്കാരിന്റെ പോലീസ് നടത്തുന്ന അതിക്രമങ്ങൾക്ക് മറുപടി പറയേണ്ടത് ആരാണ്? ജവഹർലാൽ നെഹ്റു. നെഹ്റുവിന് പറ്റില്ലെങ്കിൽ AK ആന്റണി പറയട്ടെ. 10 വർഷം മുൻപേ ഭരണത്തിൽ നിന്ന് പുറത്തായ UDF-നാണ് കേരളത്തിൽ രോഗം പടരുന്നതിന്റെയും പാലം പൊളിയുന്നതിന്റെയും എല്ലാം ഉത്തരവാദിത്തം എന്നതാണ് സ്ഥിതി. ആരോഗ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും എല്ലാം UDF ഭരണകാലത്തെ വീഴ്ചകളിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. LDF സർക്കാർ നിർമ്മിക്കുന്ന പാലങ്ങൾ തകർന്നു വീണാൽ അതിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തരുത്. പക്ഷേ തകർന്നു വീണത് LDF-ന്റെ കാലത്താണെങ്കിലും UDF സർക്കാരുകൾ മറുപടി പറയണം. ഇതങ്ങനെ യാദൃച്ഛികമായി സംഭവിക്കുന്നതാണോ? ഭരണത്തിൽ 10 വർഷം തികയ്ക്കാൻ മാസങ്ങൾ മാത്രമുള്ള ഒരു സർക്കാർ പരാജയങ്ങളിൽ മുൻ സർക്കാരുകളെ പഴിചാരാൻ ശ്രമിക്കുന്നത് ഒരു പാറ്റേണായി വരുന്നത് യാദൃച്ഛികമല്ല എന്ന് നമുക്കറിയാം. കാരണം ഈ നമ്പർ നമുക്ക് പരിചയമുണ്ട്. ഇന്ത്യയിൽ ഇന്നും എന്തു ദുരന്തമുണ്ടായാലും നെഹ്റു ആണല്ലോ ഉത്തരവാദി. നെഹ്റുവിനെ മാത്രം പഴിച്ച് മോദി സർക്കാരിന് 11.5 വർഷം പിടിച്ചു നിൽക്കാമെങ്കിൽ ഉമ്മൻചാണ്ടിയെയും ആന്റണിയും ഒക്കെ പഴിചാരി രക്ഷപ്പെടാൻ പിണറായി സർക്കാരിനും അവകാശമില്ലേ?